ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കപ്പേൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തീൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റുള്ള മീൻകറിയാണ്. നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉലുവയും കടുകും ഇട്ട് നന്നായി പൊട്ടിച്ചെടുക്കണം. ഇത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 3-4 വെളുത്തുള്ളി, 2-3 ചെറിയുള്ളി, ഒരു 2 പച്ചമുളക് ഇത്രയും അരിഞ്ഞത് നന്നായിട്ട് ചേർത്ത് വഴറ്റി മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള അവരവർക്ക് ഇഷ്ടമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാറിനൊരു കൊഴുപ്പ് കിട്ടാനാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ചേർക്കാതെയും ഉണ്ടാക്കുന്നവരുണ്ട്. ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിലേക്ക് ഞാനൊരു 3 ചുള കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചാറിന് ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് കൊടുത്ത് ഉപ്പ് ഇട്ടതിന് ശേഷം ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ അരവ് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. പൂമീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അതിന് ശേഷം ചാറൊന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കുറുകി കിട്ടണം. അതിനുവേണ്ടി നമ്മൾ മൂടി തുറന്ന് വെച്ചിട്ട് ചാറെല്ലാം വറ്റിച്ചെടുക്കാം. അത് വറ്റി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് നല്ല കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കണം. ഇത്രയായാൽ നമ്മുടെ കറിയുടെ റെഡിയായി.